LDF-ൽ പന്തലിടൽ, കോൺഗ്രസിൽ കൂട്ടയടി. മൂന്നാം തവണയും തുടർഭരണം ഉറപ്പിച്ചിരിക്കുകയാണ് LDF. CPIM-ന്റെ കണക്കുകൂട്ടലനുസരിച്ചാണെങ്കിൽ 70 മുതൽ 80 സീറ്റുകൾ വരെ നേടി വീണ്ടും തങ്ങൾ അധികാരത്തിൽ എത്തുമെന്നാണ്. സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോയും നൽകിയിരിക്കുന്നത് ഏതാണ്ട് ഇതേ കണക്ക് തന്നെയാണ്. ബ്രാഞ്ച് കമ്മിറ്റി മുതലുള്ള കണക്കുകൾ സ്വരൂപിച്ചുകൊണ്ടാണ് CPIM ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത്. തങ്ങൾ ഉറപ്പായും മൂന്നാം തവണയും അധികാരത്തിലെത്തും. അതിൻ്റെ ഭാഗമായി 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് CPM കടന്നു കഴിഞ്ഞു. ഇത്തവണ പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിന് വേണ്ടി പന്തലിട്ട ആ ടീമിനാണ് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള പന്തലിന് കൊട്ടേഷൻ നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജർമ്മൻ ഹാങ്ങർ സാങ്കേതിക വിദ്യയുള്ള പന്തലാണ് ഇതെന്നും അറിയാൻ കഴിയുന്നു. അതായത് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷി, തീയെ പ്രതിരോധിക്കാനുള്ള ശേഷി, മഴയെ പ്രതിരോധിക്കാനുള്ള ശേഷി, കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ശേഷി, ഇത്തരത്തിലുള്ള അത്യാധുനികമായ പന്തലാണ് ജർമ്മൻ ഹാങ്ങർ. സെൻട്രലൈസ്ഡ് AC ഉള്ള പന്തലാണ് ഇതെന്ന് അറിയാൻ കഴിയുന്നു. CPM-നെ സംബന്ധിച്ച് എന്താണ് ഇത്രയും ആത്മവിശ്വാസത്തിന് കാരണം? പ്രധാനമായും 2-3 കാരണങ്ങളുണ്ട്. ഇത്തവണ CPM വോട്ട് തേടിയത് തങ്ങൾ നടപ്പിലാക്കിയ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പിലാക്കിയ വികസനം മുൻനിർത്തിയാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചത്. ആ വികസനത്തിന് വേണ്ടി വോട്ട് നൽകൂ എന്നാണ് LDF മുന്നോട്ട് വെച്ചിരുന്ന മുദ്രാവാക്യം. ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ, പ്രത്യേകിച്ചും പുതുപുത്തൻ ആശുപത്രികൾ, അതേപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ മാറ്റി, പുതിയ റോഡുകൾ, ഇത്തരത്തിൽ അടിമുടി കേരളത്തെ തങ്ങൾ മാറ്റിയെന്ന് CPM അവകാശപ്പെടുന്നു. കൺമുന്നിലാണ് വികസനം. ആ വികസനത്തിന് നിങ്ങൾ വോട്ട് നൽകൂ എന്നാണ് ഇത്തവണ LDF പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ജനങ്ങൾ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും LDF-ന് അനുകൂലമായി ജനവിധി മാറും. ഇനി സാമുദായികമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ ഇത്തവണ CPM-ന് മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ ലഭിക്കുമെന്നാണ് അവരുടെ കണക്ക്. പ്രത്യേകിച്ചും SDPI പോലുള്ള സംഘടനകൾ ഇത്തവണ CPM-ന് അനുകൂലമായി വോട്ട് നൽകും എന്ന് തന്നെയാണ് CPIM-ന്റെ പ്രതീക്ഷ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നേമത്ത് തങ്ങൾക്ക് 10,000 വോട്ടുണ്ട്. അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന നേമത്ത് തങ്ങൾക്ക് 10,000 വോട്ടുണ്ട്. ആ വോട്ടുകൾ ഇത്തവണ LDF-ന് അനുകൂലമായി തന്നെ SDPI നൽകുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം മഞ്ചേശ്വരമാണ്. അവിടെ BJP നേതാവ് K. സുരേന്ദ്രൻ മത്സരിക്കുന്നു. SDPI അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. പിന്നീട് SDPI ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയാണ് ചെയ്തത്. അവിടെയും ഇത്തരത്തിൽ LDF-ന് അനുകൂലമായി SDPയുടെ അടക്കമുള്ള മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ കേരളമാകെ BJPയെ ഒഴിച്ചു നിർത്താൻ വേണ്ടി മുസ്ലിം വോട്ടുകൾ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് CPM കണക്കുകൂട്ടും. ഇനി മൂന്നാമത്തെ ആത്മവിശ്വാസത്തിന് കാരണം സാബു M. ജേക്കബ് 2020-ക്ക് വേണ്ടി 19 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. എല്ലാവരും തന്നെ ദുർബല സ്ഥാനാർത്ഥികളാണ്. ആ 19 സീറ്റുകളിലും BJP പ്രവർത്തകർ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് നൽകുമെന്ന് CPM കണക്കുകൂട്ടുന്നു. ഇനിയാണ് CPIM-ന്റെ പ്ലാൻ B എന്ന് പറയുന്നത്. അഥവാ ഈ പ്ലാൻ A പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ CPIM ചെയ്യാൻ പോകുന്നത് മുസ്ലിം ലീഗുമായുള്ള ഒരു ഒത്തുതീർപ്പിനാണ്. മുസ്ലിം ലീഗിനെ UDF-ൽ നിന്ന് LDF-ലേക്ക് കൊണ്ടുവന്നിട്ട് പുതിയൊരു സമവാക്യം രൂപപ്പെടുത്തിക്കൊണ്ട്, പുതിയൊരു മുന്നണി രൂപപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ എത്തുക എന്നുള്ളതാണ്. എന്താണ് അവിടെ ഇത്തരമൊരു മുന്നണി രൂപീകരിക്കപ്പെടാനുള്ള സാധ്യത എന്ന് നമുക്ക് പരിശോധിച്ചാൽ CPM-നെ സംബന്ധിച്ച് ഇത് അവരുടെ നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്. ഇന്ത്യയിൽ തന്നെ CPM-ന് നിലനിൽപ്പിനായിട്ടുള്ളൊരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. പശ്ചിമ ബംഗാളിൽ അവർ ഇല്ലാതായി. 34 വർഷം ഭരിച്ച പശ്ചിമ ബംഗാൾ ഇന്ന് CPM നാമാവശേഷമായി. ത്രിപുരയിൽ അവർ അധികാരത്തിലില്ല. ആകെ അവർക്കുള്ള തുരുത്തെന്ന് പറയുന്നത് കേരളം മാത്രമാണ്. അവിടെയും ഭരണം നഷ്ടപ്പെട്ടാൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസക്തി ഇന്ത്യയിൽ തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് ഏത് വിധേനയും ഏത് തരത്തിലെങ്കിലും അധികാരം നിലനിർത്തുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ലീഗിനെ സംബന്ധിച്ചും അതുതന്നെയാണ്. അവരെ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ മുസ്ലിം ലീഗിന് ഭരണം ഇല്ല. മുസ്ലിം ലീഗിന് ഭരണമുണ്ടെങ്കിലേ പാണക്കാട്ട് തങ്ങളുടെ വീട്ടിൽ ആളുള്ളൂ, അർത്ഥമുള്ളൂ, ആരവമുള്ളൂ. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് CPM-ന്റെ സമാനമായ അവസ്ഥ തന്നെയാണ് ലീഗിനുമുള്ളത്. ഭരണം കിട്ടിയെങ്കിൽ മാത്രമേ ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ തന്നെ പ്രസക്തിയുള്ളൂ. ആകെ അവരുടെ തുരുത്തെന്ന് പറയുന്നത് കേരളമാണ്. അവിടെ നഷ്ടപ്പെട്ടാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ക്രമേണ ദുർബലമായി
ക്ഷയിച്ചു വരും എന്ന് ലീഗിനറിയാം. അതുകൊണ്ട് ഈ രണ്ട് പാർട്ടികളും സമാനമായിട്ടുള്ള വെല്ലുവിളികളാണ് നേരിടുന്നത്. അതുകൊണ്ട് CPM ഉൾപ്പെടുന്ന LDFിലേക്ക് ഒരു ഘടകകക്ഷിയായി ലീഗിനെ ക്ഷണിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല, ലീഗ് സാങ്കല്പികമായിട്ടുള്ള മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള കോൺഗ്രസിൻ്റെ അടിപിടിയിൽ തുടക്കം മുതൽ തന്നെ അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിലും ലീഗ് അക്കാര്യം എടുത്തു പറഞ്ഞു. ആ എടുത്തു പറഞ്ഞത് ഇത്തരത്തിലുള്ള അടിപിടി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ്. അത് LDFിൻ്റെ ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകമാണ്. ഒരുപക്ഷെ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു സമവായത്തിന് പോലും LDF പ്ലാൻ B അനുസരിച്ച് തയ്യാറായാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. UDFിലാകട്ടെ ഇപ്പോഴും സാങ്കല്പിക മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും മത്സരിക്കുകയാണ്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇത്തവണ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അവർ കണക്കുകൾ നിരത്തി സ്ഥാപിക്കുകയും ഇത്തരത്തിൽ പ്രായോഗിക നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്യുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.